അവർക്ക് പേരൻറ്റിങ് എന്താണെന്നും അവർക്ക് അവയർനെസ് കിട്ടാനായിട്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഇപ്പം എല്ലാ പേരൻസും ഇപ്പോഴും അക്കാഡമിക്സിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഒരു പിന്നോട്ട് നിൽക്കുക. അപ്പോൾ ഫസ്റ്റ് ആസ് എ പാരന്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ലേണിംഗ് എന്തുകൊണ്ടാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, അതിന്റെ ഒരു റീസൺ എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടെത്തുക. എഡ്യൂക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പ്ലേ സ്കിൽസ്. പക്ഷെ കൂടുതലും പാരൻസും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എഡ്യൂക്കേഷൻ വൈസ് കുട്ടികൾ എന്താ പറയുക മുന്നിലെത്തണം, പക്ഷെ അവരുടെ പ്ലേ സ്കിൽസ് കുറേ ലാക്ക് ചെയ്യുന്നുണ്ടാവായിരിക്കും. അതുപോലെ നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ നീ പഠിക്കുന്നില്ല, നീ മോശമാണ്, നിനക്ക് അതിൽ കഴിവില്ല, നിനക്ക് ഇതിൽ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ അവരുടെ കുറേ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്ട് പോകുന്നു. എല്ലാ കുട്ടികളും ടിപ്പിക്കലി ഡെവലപ്പിംഗ് അല്ലെങ്കിൽ നോർമൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ആവണം എന്നില്ല. ചിലർക്ക് നമ്മളൊന്നൊരു പുഷ് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേഷൻ ആവശ്യമായിട്ട് വരും. അതേപോലെ ടീച്ചേഴ്സ് കാര്യങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ അത് കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇമ്മൻസ് ആയിരിക്കും. ബിക്കോസ് ഇനി നമുക്ക് വരാൻ പോകുന്ന ആ ഒരു ഫ്യൂച്ചർ ജനറേഷൻ വുഡ് ബി വെരി ഡിഫറെൻറ്റ്. നമസ്കാരം. പ്രയത്ന ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ അവതരിപ്പിക്കുന്ന ആസ്റ്റ് തെറാപ്പിസ്റ്റ് എന്ന പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെറ്റ്സി, പ്രയത്നയിലെ സോഷ്യൽ വർക്കർ. പ്രയത്നയെ പറ്റി പരിചയമില്ലാത്തവർക്ക് ഞാൻ അതിനെപ്പറ്റി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. പ്രയത്ന എന്നത് ഒരു ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാണ്. ഇവിടെ ഒക്കുപേഷണൽ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ കൺസൾട്ടേഷനും നൽകുന്നുണ്ട്. ഏകദേശം 21 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള ഈ സ്ഥാപനം എറണാകുളം പാലാരിവട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിലേക്ക് കുറച്ച് തെറാപ്പിസ്റ്റുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കവരെ പരിചയപ്പെടാം. ഹായ്, ഞാൻ ഷംന, ഇവിടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഹായ്, ഐ എം ആതിര, വർക്കിംഗ് ആസ് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് അറ്റ് പ്രയത്ന. ഹായ്, ഞാൻ ലിയ, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഹായ്, ഞാൻ ഈസി സാബു, ഞാൻ ഇവിടെ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഹായ്, ഐ എം അഞ്ജന, വർക്കിംഗ് ആസ് എൻ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. ഹായ്, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഒരു സോഷ്യൽ വർക്കറായി ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒക്കുപേഷണൽ തെറാപ്പി എന്നതിനെ പറ്റി കേൾക്കുന്നത്. അപ്പം ഈ തെറാപ്പി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എന്താണ് ഈ തെറാപ്പി എന്നുള്ള കാര്യങ്ങളൊന്ന് പറയാമോ? ഓക്യുപേഷണൽ തെറപ്പി എന്ന് പറയുമ്പം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ഓക്യുപേഷൻസ് എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ എണീക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെ, ഇപ്പം ബ്രഷിങ് ആയിക്കോട്ടെ, ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഇപ്പം ഫിസിക്കലി ഇല്ലെങ്കിൽ ഇമോഷണലി ഇല്ലെങ്കിൽ മെന്റലി എന്തെങ്കിലും ഡിഫിക്കൽട്ടി കാരണം നമുക്ക് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അതൊക്കെ നമ്മൾ റിസോൾവ് ചെയ്ത് അവരെ ഫങ്ഷണലി ഇൻഡിപെൻഡൻ്റ് ആക്കി എടുക്കുകയാണ് ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഡേ ടു ഡേ കാര്യങ്ങൾ മാത്രമല്ല, ഒരാളുടെ വർക്ക്, എഡ്യൂക്കേഷൻ, ഇപ്പം സ്ലീപ്പ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ വരെ ഒരു ഓക്യുപേഷണൽ തെറപ്പിസ്റ്റിന് അധികമായിട്ടുള്ള റോളും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ മാക്സിമം അതിലൊക്കെ ഇൻഡിപെൻഡൻ്റ് ആക്കാനും കഴിയും. പിന്നെ ഇപ്പോൾ പീഡിയാട്രിക് സെറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് കുട്ടികളുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എഡ്യൂക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ പ്ലേ സ്കിൽസ്. പക്ഷെ കൂടുതലും പാരൻസും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എഡ്യൂക്കേഷൻ വൈസ് കുട്ടികൾ എന്താ പറയുക മുന്നിലെത്തണം, പക്ഷെ അവരുടെ പ്ലേ സ്കിൽസ് കുറേ ലാക്ക് ചെയ്യുന്നുണ്ടാവായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസും കാര്യങ്ങളും അവർക്കും അറിയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളാകുമ്പോൾ പ്ലേ സ്കിൽസ് ആയിരിക്കും, പക്ഷെ കുറച്ച് അഡൾട്ട്സ് ആകുമ്പോൾ അവരുടെ ലീഷർ, ഹോബീസ്, അതിലും നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ തെറപ്പിയുടെ ഇമ്പോർട്ടൻസ് ചോദിച്ചില്ല. ഇപ്പം കുട്ടികളുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികളും ടിപ്പിക്കലി ഡെവലപ്പിംഗ് അല്ലെങ്കിൽ നോർമൽ മൈൽ സ്റ്റോൺസ് അച്ചീവ് ആവണം എന്നില്ല. ചിലർക്ക് നമ്മളൊന്നൊരു പുഷ് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേഷൻ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ളപ്പോഴാണ് തെറപ്പി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു കുട്ടിയുടെ എല്ലാ ഒരു ഏജിലും എല്ലാ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഒക്കുപേഷണൽ തെറാപ്പി അല്ലേ? ഓക്കെ. ഷംന മാം, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ മാറ്റി നിൽക്കപ്പെട്ട കുറച്ച് കുട്ടികളുണ്ടാവില്ലേ? 1-2 കുട്ടികൾ ഉണ്ടാവാം. അതിൽ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾ, PTA മീറ്റിങ്ങിലൊക്കെ വരികയാണെങ്കിൽ തന്നെ എപ്പോഴും വഴക്ക് പറയുന്ന കുട്ടികൾ, ചിലപ്പോൾ അവർ പഠിക്കാൻ മാത്രമേ പുറകിൽ ഉണ്ടാവുള്ളൂ, പക്ഷേ ബാക്കി ക്രിയേറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ മുൻപന്തിയിൽ തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു കുട്ടിയെ പഠിക്കുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് മാറ്റി നിർത്തുന്നത് ശരിയാണോ? അപ്പോൾ ക്ലാസ്സിൽ ഇങ്ങനെ സ്കോളാസ്റ്റിക്കലി ബാക്ക്വേർഡ് ആയ കുട്ടികളെ നമ്മൾ പാരൻസ് മീറ്റിങ്ങിനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലാണ്, നമ്മൾ പഠിച്ച സ്കൂളുകളിലാണോ അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ട്. സോ ശരിക്കും അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം അവർ സ്കോളാസ്റ്റിക്കലി അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഒരു പിന്നോട്ട് നിൽക്കുക. അപ്പോൾ ഫസ്റ്റ് ആസ് എ പാരൻറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ലേണിംഗ് എന്തുകൊണ്ടാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്, അതായത് ആ ഗോൾ എന്തുകൊണ്ടാണ്, ചിലപ്പോൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം. പ്രോബബ്ലി ചിലപ്പോൾ ചിലർക്ക് മാത്സ് ഇഷ്ടമല്ലായിരിക്കും, ചിലപ്പോൾ ഹിസ്റ്ററി അങ്ങനത്തെയൊക്കെ സ്പെസിഫിക് സബ്ജക്ട്സ് ഇഷ്ടമല്ലായിരിക്കും. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടെത്തുക. പിന്നെ അതിന് തുടർന്ന് തന്നെ നമുക്ക് അതിനെന്താ ചെയ്യാൻ പറ്റുക, സപ്പോർട്ട് സിസ്റ്റം. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സൊസൈറ്റി ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ്, അപ്പോൾ ആളുകൾ കുറച്ചും കൂടി അവെയർ ആണ്, അതിനുള്ള ഹെൽപ്പിംഗ് സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്.
അപ്പൊ അത് കൂടുതൽ ഉപയോഗപ്പെടുത്താനേ ഞാൻ പേരൻസിനോട് പറയുള്ളൂ. ആക്ച്വലി ആൾക്കാർ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മൾ ഹുസൈൻ ബോൾട്ടിനെ പിടിച്ചിരുത്തിയിട്ട് മാത്സ് പഠിപ്പിച്ച് മാത്സ് ടീച്ചർ ആക്കാൻ നോക്കി അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കപ്പാസിറ്റീസ് ഉണ്ട്. അതെ. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഡിഫറെന്റ്, അതോ ആ കുട്ടിയും ഡിഫറെന്റ്. അവനിപ്പോ പഠിക്കുന്നില്ല എന്ന് വിചാരിച്ച് നന്നായിട്ട് ഓടുമായിരിക്കും, ചിലപ്പം പടം വരയ്ക്കുമായിരിക്കും. ചിലപ്പോൾ നാളെ അവർ നമ്മളെ സർപ്രൈസ് ചെയ്യിക്കും വിത്ത് മെനി എക്സ്ട്രാ ടാലന്റ്. അതെ, നമ്മളിപ്പോ വിചാരിക്കാത്ത പല ആൾക്കാരുമാണ് ഹയർ പൊസിഷൻസ് ഓരോ മേഖലയിൽ ഇരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി എനിക്കായാലും പേഴ്സണലി ഫീൽ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റ്സിന് ഇത് കൺവീൻസ് ചെയ്യാന്നുള്ളത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ് എന്ന് മാത്രം കരുതി കുട്ടികളെ തെറാപ്പിക്ക് കൊണ്ടുവരുന്ന കുറെ പാരന്റ്സ് ഉണ്ട്. അപ്പൊ അവരോട് നമ്മൾ ഇവരുടെ ക്രിയേറ്റീവ് സൈഡ് പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അവര് അതല്ല അവർക്ക് പ്രയോറിറ്റി പറയുമ്പോൾ അങ്ങനെ വരുമ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ആക്ച്വലി ഒരു ചലഞ്ച് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. മെയിൻ സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നത് എനിക്കൊന്ന് പാരന്റ്സിന് തന്നെയായിരിക്കും. അതൊക്കെ ഒരു അവയർനെസ് വരുമ്പോഴത്തേന് നോർമലി വരുന്ന അത്രയും പുഷ് കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് അത്രയും പ്രഷർ വരത്തില്ല. കാരണം അറ്റ്ലീസ്റ്റ് അവരുടെ പാരന്റ്സ് ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദം. നോ, അപ്പൊ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വരുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. പാരന്റ്സിന്റെ ആക്സെപ്റ്റൻസിൽ നിന്നാണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതുപോലെ ഇപ്പൊ പറഞ്ഞില്ലേ, അവർക്ക് സ്ട്രെങ്ത് ഉള്ള കുട്ടികളായിരിക്കാം, പക്ഷെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് കാരണം ഇപ്പം അവർക്ക് എന്താ ഇഷ്ടമുള്ളതോ ഇല്ലെങ്കിൽ അവര് കേപ്പബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവരുടെ ഒരു കോൺഫിഡൻസും കൂടെ അല്ലേ അവർക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള അവരുടെ ഒരു സെൽഫ് എസ്റ്റീം അല്ലേ അവിടെ ഡൗൺ ആയി പോകുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ നോട്ട് ചെയ്യാണ്ട് പോകുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അവരുടെ കുട്ടിക്കാലത്താണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ നീ പഠിക്കുന്നില്ല, നീ മോശമാണ്, നിനക്ക് അതിൽ കഴിവില്ല, നിനക്ക് ഇതിൽ കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ അവരുടെ കുറേ പൊട്ടൻഷ്യൽസ് അല്ലെങ്കിൽ അവരുടെ സ്ട്രെങ്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്ട് പോകുന്നു. അപ്പോൾ തന്നെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും കമ്പാരിസൺ ചെയ്യുമ്പോഴാണെങ്കിലും അവന് മാർക്കുണ്ടല്ലോ, നിനക്ക് മാർക്കില്ലല്ലോ, സെയിം ക്ലാസ്സിൽ തന്നെ സെയിം ടീച്ചർ തന്നെയല്ലേ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴാണെങ്കിലും അവർ കുറേയും കൂടെ ബാക്ക്വേർഡ് ആവുകയാണ്. അവരുടെ ഒരു ഇനീഷ്യേഷൻ എടുത്ത് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ അവർക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് കളയണം, റെഡ്യൂസ് ചെയ്യാണ്. അവർക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് ആയിരിക്കും അവർക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അല്ലേ. അതെ, പിന്നെ അതിന് ആഡ് ഓൺ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പറയുന്നുണ്ട്, ലൈക്ക് പഠിക്കുന്ന പറയല്ലാണ്ട് അത് എങ്ങനെ വേണം പഠിക്കേണ്ടത് ആ ഒരു വേ. അതിപ്പോ പല ലേണിംഗ് സ്റ്റൈലുള്ള കുട്ടികളായിരിക്കാം. അപ്പൊ അവരുടെ ലേണിംഗ് സ്റ്റൈൽ ചിലവർ ഓഡിറ്ററി ആയിരിക്കാം, വിഷ്വൽ ആയിരിക്കാം. അപ്പൊ ഏത് ലെവൽ അവർ ഏത് സ്റ്റൈലാണെന്ന് നോക്കിയിട്ട് അത് എങ്ങനെ പഠിക്കണം. ഇപ്പോൾ ഒരു ഹിസ്റ്ററി പഠിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ചരിത്രം അങ്ങനെ പോകുന്ന രീതിയിൽ നമുക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല. സോ അതിനെല്ലാത്തിനും ഒരു ട്രിക്ക് ഉണ്ട്. അപ്പൊ ആ ഒരു വേ കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോ ഇനി നമുക്ക് അതൊരു എന്താ പറയാ ഒരു പിടിവള്ളി എന്നൊക്കെ പറയണ പോലെ they can be perform better. ഇപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ ഇങ്ങനെ ഇത്രയും എക്സ്പോഷർ അല്ലെങ്കിൽ ഇത്രയും ടോക്സോ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ വീഡിയോസോ ഒന്നും ഇല്ലായിരുന്നു. അതായത് കുട്ടികൾ ഡിഫറെന്റ് വേ ആണ്, കുട്ടികൾ പഠിക്കേണ്ട ഡിഫറെന്റ് രീതിയാണ്. പക്ഷെ ആക്ച്വലി നമുക്ക് ഇപ്പം അതിനൊരു ബ്രേക്ക് ത്രൂ വരാനായിട്ടുള്ളൊരു അവസരമുണ്ട്. അതായത് ഇപ്പം ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽപ്പ്, അതേപോലെ ടീച്ചേഴ്സ് കാര്യങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ അത് കൊണ്ടുവരുന്ന മാറ്റം എന്ന് പറയുന്നത് ഇമ്മൻസ് ആയിരിക്കും. ബിക്കോസ് ഇനി നമുക്ക് വരാൻ പോകുന്ന ആ ഒരു ഫ്യൂച്ചർ ജനറേഷൻ വുഡ് ബി വെരി ഡിഫറെന്റ്. അപ്പം ഈ ഒരു കാര്യം അത് അവരിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തുകയാണെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് തന്നെ. ശരിക്കും ഇതിനുള്ള സൊല്യൂഷൻസും അക്സെപ്റ്റൻസും അതായത് അവൈലബിൾ ആ സൊസൈറ്റിയിൽ. കാരണം അത് പേരൻസിനാണെങ്കിലും അത് അത്ര അവെയർ ആവാത്തതുകൊണ്ടാണ്. നമുക്ക് എല്ലാ ഫെസിലിറ്റീസ് ഇപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ ലൈക്ക് നമ്മളൊക്കെ ഇവിടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. അപ്പൊ അവരെ എല്ലാ രീതിയിലും നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഫെസിലിറ്റീസും അക്സെപ്റ്റൻസും എല്ലാം സൊസൈറ്റി നൽകാൻ റെഡിയാണ്. അപ്പൊ പേരൻസ് അത് എവിടെയാണെന്നുള്ളത് സീക്ക് ചെയ്ത് അത് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഈ പറഞ്ഞ പോലെ പേരൻസിന്റെ അക്സെപ്റ്റൻസ് ആണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അവരെപ്പോഴും കുട്ടി ഇതിൽ ലാക്ക് ചെയ്യുന്നു ഇല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ് ഇതാണ് എന്ന് മാത്രം നോക്കിയിരിക്കാണ്ട് അവരുടെ സ്ട്രെങ്ത് ഇതാണ്, അത് ഞാൻ ഡെവലപ്പ് ചെയ്ത് വരണം എന്നതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതലും ഈ പറഞ്ഞ പോലെ പാരന്റ്സിന് ഒന്നാമത് ഇപ്പൊ വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ആകുമ്പോൾ ആക്ച്വലി അവർക്ക് ടൈം കിട്ടുന്നില്ല. അപ്പൊ കൂടുതൽ എല്ലാവരും പാരന്റ്സ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പഠിക്കാനായിട്ട് അവർക്ക് സ്കിൽസും കാര്യങ്ങളൊന്നും നോക്കാതെ ഡയറക്റ്റ് ആയിട്ട് ട്യൂഷന് വിടുക അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വെക്കാന്നല്ലാതെ പാരന്റ്സ് ആയിട്ട് കുട്ടികൾക്ക്
എന്താണ് സ്കിൽസ് ഉള്ളത്, എവിടെ അവർ ലാക്ക് ചെയ്യുന്നത്, അവരുടെ കൂടെ ഇരുന്ന് ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ ട്രൈ ചെയ്യുന്നതിനേക്കാളും പാരൻസ് അവരുടെ ആ ഒരു എഫേർട്ട് എടുത്ത് ചെയ്താൽ കുറേ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കും. ഫ്രം ഹോം ഇറ്റ് സെൽഫ്, ഹോം ആണല്ലോ ആക്ച്വലി കുട്ടികളുടെ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ അവർ പഠിപ്പിക്കുന്ന അത്രയും അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് കിട്ടുന്ന അത്രയും ബാക്കിയുള്ളവർ പറയുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ എന്തായാലും പാരന്റ്സ് തന്നെ ചെയ്യണതായിരിക്കും. സ്ട്രെങ്സും വീക്ക്നെസ്സും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു Parents ആണ്, പാരന്റ്. ശരി. കാരണം ലൈക്ക് വീട്ടിലാണ് അവരുടെ മോസ്റ്റ് ഓഫ് ദ ടൈം ദേ സ്പെൻഡ് അറ്റ് ഹോം. സോ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് എന്റെ കുട്ടിക്ക് ഇത് ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റും, അത്രയും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ എനിക്ക് തോന്നുന്നു വേറെ ആർക്കും പറ്റത്തില്ല. അത് മനസ്സിലാക്കി കഴിയുന്നതാണ് ആ കുട്ടിയുടെയും ആ പാരന്റിന്റെയും ഏറ്റവും വലിയ ഒരു വിക്ടറി അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആക്ച്വലി. ഇപ്പൊ ആക്ച്വലി നമ്മളൊന്ന് കമ്പയർ ചെയ്യുവാണെങ്കിൽ തന്നെ കുറച്ച് പുറകോട്ടുള്ള ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു പേരന്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ മോഡേണൈസ്ഡ് ആണ് ഇപ്പോഴുള്ള പേരൻസ്. അപ്പം കുറച്ച് ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മളിപ്പം ഇപ്പൊ പേരന്റിങ് എന്താണെന്ന് പറഞ്ഞാൽ ഒന്നും എന്റെ വീട്ടിലുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇപ്പോഴത്തെ പേരൻസ്, ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പേരൻസിനോട് പറഞ്ഞാൽ അവർക്ക് പേരന്റിങ് എന്താണെന്നും അവർക്ക് അവയർനെസ് കിട്ടാനായിട്ടും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും അവർക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. കാരണം ഇപ്പം എല്ലാ പേരൻസും ഇപ്പോഴും അക്കാഡമിക്സിനെ തന്നെ ഫോക്കസ് ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടും കുട്ടികളുടെ എല്ലാ എബിലിറ്റീസിനെയും വളർത്താൻ, എല്ലാ സ്കിൽസിനെയും വളർത്താനായിട്ട് നീഡ് ഉണ്ടെന്ന് പേരൻസ് കുറച്ചും കൂടി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അവെയറും ഉണ്ട്. എങ്കിലും ഇത്തരം ഫെസിലിറ്റീസ് ഒന്നുകൂടി യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്ത് കുട്ടീന്റെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പേരൻസിനൊക്കെ ഒത്തിരി നോളജ് ഉണ്ട്, ഇപ്പൊ ഒത്തിരി റിസോഴ്സസ് അവൈലബിൾ ആണല്ലോ. അതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും തിയററ്റിക്കലി അറിയാം, പക്ഷെ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എങ്ങനെയാന്ന് പലർക്കും അറിയില്ല. ഇടയ്ക്കായാലും പാരന്റ്സ് ഓരോ ഗൂഗിളിൽ നിന്ന് കണ്ടുപിടിച്ച പുതിയ പുതിയ കാര്യങ്ങളായിട്ട് മാം ഇങ്ങനെ കണ്ടല്ലോ അങ്ങനെ കണ്ടല്ലോ, പക്ഷെ എല്ലാം ശരിയല്ല എങ്കിലും അവർക്ക് കിട്ടുന്ന നോളജ് അത് പ്രാക്ടിക്കലി യൂസ് ചെയ്യുവാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. ഹാപ്പി ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. അവർ കുറെ ട്രൈ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കൂടുതൽ കാര്യങ്ങൾ, ടെക്നോളജീസും കാര്യങ്ങളൊക്കെ മാക്സിമം കുട്ടികൾക്ക് വേണ്ടി അവരായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. ഇപ്പൊ അഞ്ജന പറഞ്ഞ പോലെ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ വരുമ്പോൾ ആക്ച്വലി നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്കും ചിലപ്പോൾ അതൊരു പുതിയ കാര്യമായിരിക്കും. അപ്പൊ നമ്മളും അതിനെക്കുറിച്ച് എന്താ പറയാ പഠിച്ച് അറ്റ്ലീസ്റ്റ് ആ പാരന്റ്സിന് ഒന്ന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കുറെ എക്സ്പ്ലോർ ചെയ്ത് എന്റെ നോളജ് അങ്ങനെയും കുറെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ പേരൻസ് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഇപ്പം ഇന്നൊരു ടെക്നിക്ക് ഇല്ലെങ്കിൽ ഇന്നൊരു കാര്യം ഒരു കുട്ടിക്ക് വർക്ക് ആയി എന്ന് ഗൂഗിളിൽ കണ്ടു എന്ന് വെച്ചുകൊണ്ട് മറ്റേ കുട്ടിക്ക് ഇല്ലെങ്കിൽ അവരുടെ കുട്ടിക്ക് അത് വർക്ക് ആവണമെന്നില്ല. ആ കുട്ടി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടേ അവർക്ക് അത് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവുള്ളൂ. ഇതിലേക്ക് ഒന്ന് ആഡ് ഓൺ ചെയ്യുവാണേ. അപ്പം നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം നമ്മൾ പഴയൊരു കൺസെപ്റ്റ് ഉണ്ട്, ടീച്ചർ നിന്ന് ക്ലാസ് എടുക്കുന്നു, അവർ കേട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ എഴുതി പഠിക്കുന്നു. ഇതിലാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. ഓരോ കുട്ടിയും യൂണിക്കാണ്. ഓരോ ലേണിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ടീച്ചിങ് സ്റ്റൈലിനകത്തും ഓരോ കുട്ടിയുടെ അകത്തും നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓരോ കുട്ടിക്ക് ഇപ്പോൾ ഓഡിറ്ററി ലേണേഴ്സ് ആയിരിക്കും, കേട്ട് പഠിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ വിഷ്വലി കണ്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ കേട്ട് പഠിച്ചു ചിലത് വിട്ടുപോയി അതുകൊണ്ട് അവൻ ബാക്കിലേക്ക് നിൽക്കുന്നു എന്നതിനേക്കാളും ചിലപ്പോൾ കണ്ട് ആയിരിക്കും അവൻ കൂടുതലും പഠിക്കാം. ചിലപ്പോൾ എഴുതി പഠിക്കുന്നവരുണ്ടാകും, പ്ലാൻ ചെയ്ത് വരച്ച് ഡയഗ്രാംസ് ഒക്കെ വരച്ച് പഠിക്കാം. അപ്പം ഓരോ കുട്ടിക്കുള്ള ലേണിംഗ് സ്റ്റൈല് ഡിഫറെൻറ്റാണ്. അപ്പം ക്ലാസ്സിലിരുന്നൊരു ടീച്ചർ പറയുന്നത് കേട്ട് പഠിച്ചില്ല, മാർക്ക് കുറഞ്ഞു എന്നതിനേക്കാളും ചിലപ്പോൾ അവൻ്റെ ഒരു സ്ട്രെങ്ത് വേറൊരു രീതിയിൽ പഠിക്കുമ്പോൾ നന്നായി അവന് പഠിക്കാനും അത് ഗ്രാസ്പ് ചെയ്യാനും പറ്റും. അപ്പം അതൊരു ഇതേപോലെയാണ് എന്റെ അനിയത്തി ക്ലാസ്സിൽ പോയാലെല്ലാം കേട്ട് പഠിക്കും. അപ്പൊ വീട്ടിൽ വന്നാൽ ഒന്നും ഇരുന്ന് പഠിക്കില്ല. അപ്പം വീട്ടിൽ എപ്പോഴും വഴക്ക് കേൾക്കുക അനിയത്തിക്ക. ഞാൻ മറിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ഇരുന്ന് എഴുതി പഠിച്ച് അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ മാർക്ക് വരുമ്പം ഒന്നും പഠിക്കാണ്ടിരുന്ന ആൾക്കായിരിക്കും മാർക്ക് കൂടുതൽ വന്നിട്ടുണ്ടാവുക. കാരണം ആള് കേട്ട് പഠിക്കുന്നുണ്ട്. അത് പലപ്പോഴും വീട്ടിലാണെങ്കിലും പല പേരൻസ് അത് മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. വീട്ടിലിരുന്ന് പഠിക്കണം, എഴുതി പഠിക്കണം എന്ന് എല്ലാവർക്കും ഒരു ചെയ്യണം. ചില കുട്ടികൾക്ക് ലേണിംഗ് ബേർഡൻ ആവുന്നത് അതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ ചിലപ്പോൾ രാവിലെ ട്യൂഷൻ പോയി, പിന്നെ സ്കൂളിങ് കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും വന്ന് ട്യൂഷൻ പോയി, പിന്നെ ഹോംവർക്ക് ചെയ്ത്. സോ അത് ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഫീൽ ചെയ്യുക കുട്ടികൾക്ക്. അങ്ങനെ അല്ലാണ്ട് കുട്ടികൾ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും പാക്ക് ചെയ്ത് കൊടുക്കാതെ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ നമ്മളിപ്പോൾ തെറപ്പി എടുക്കുമ്പോഴാണെങ്കിലും 45 മിനിറ്റ്സിന്റെ സെഷൻ ആണെങ്കിലും നമ്മൾ ഇൻ ബിറ്റ്വീൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആക്ടിവിറ്റീസ് കൊടുത്ത് കൂടുതലും എൻഗേജിങ് ആയിട്ട് കുറച്ചും കൂടി. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വീണ്ടും വീണ്ടും നമ്മുടെ സെഷനിൽ വരാനും ആ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് അവർക്ക് ലേണിങ്ങിനോട് ഇൻട്രസ്റ്റും ഉണ്ടാവും, ഇഷ്ടവും ഉണ്ടാവും. ഞാനെന്ന സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കോൺസെപ്റ്റ് അറിയത്തില്ലായിരുന്നത്. ലേണിംഗ് എൻജോയബിൾ ആക്കിയാലേ പഠിക്കാൻ പറ്റും. അന്ന് മോർ ഓഫ് പ്രഷർ ആയിരുന്നു, നീ പഠിച്ചില്ലേ നിന്റെ മാർക്ക് പോവാ, അങ്ങനെ ഒരു. അതേപോലെ പേരൻസ് ചെയ്യുന്നത്
കളിക്കാനുള്ള ആ ടൈമും കൂടെ നീ ഇരുന്ന് പഠിച്ചോ. പക്ഷെ ആ പ്ലേ സ്കിൽസിൽ അവർ ഡെവലപ്പ് ചെയ്യേണ്ട കുറെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പിള്ളേരെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അവർക്ക് എൻഡ്യൂറൻസ് കുറവാ. പ്ലേയിലുള്ള സ്കിൽസും കാര്യങ്ങളും അവർ ഗ്രോസ് മോട്ടറായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട പല സ്കിൽസും പിള്ളേർ ലാക്കിങ് അതിൽ ബിഹൈൻഡ് ആയി പോകുന്നുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കാനൊക്കെ ആണെങ്കിൽ എന്തിനു പഠിക്കുന്നു, ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഷെഡ്യൂൾസിൽ കൊണ്ടുവരാൻ. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫുൾ ടൈം പഠിക്കുക എന്നല്ല. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി ഷെഡ്യൂൾ ഒരു ടൈം ടേബിളിൽ ഒരു കുട്ടിക്ക് പഠിക്കുന്ന സമയം, അതേപോലെ തന്നെ പ്ലേ ടൈം, അതേപോലെ തന്നെ അവർക്ക് ലീഷറിൽ എന്തൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള എന്താണ് അവർക്ക് ഇഷ്ടം അത് പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി അതനുസരിച്ച് അവർക്ക് പോവുകയാണെങ്കിൽ കുറേയും കൂടെ അവർക്ക് ബെനിഫിറ്റ് ചെയ്യും. പഠിക്കുന്ന കാര്യത്തിനാണെങ്കിലും ഇതിപ്പോൾ ഒരു 2 hours ആണ് അവർക്ക് കിട്ടുന്ന ഒരു ടൈം വീട്ടിൽ, ആ ഒരു ടൈമിലും വന്നിരുന്ന് പഠിക്കുക, ഹോംവർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നതിനേക്കാളും കുറച്ച് നേരം പഠിക്കുക, കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഇഷ്ടമുള്ളതിൽ ഇൻവോൾവ് ആവുക, അപ്പോൾ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവും റാദർ പഠിത്തം എന്നുള്ളൊരു പ്രഷർ എന്നതിനേക്കാളും. അപ്പോൾ ദേ വിൽ ഫീൽ മോട്ടിവേറ്റഡ് ടു സ്റ്റഡി. പിന്നെ അതേമാതിരി തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ്, അവർ പഠിക്കുന്ന കുഞ്ഞു കാര്യങ്ങൾ, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുക, അതിനവർ കുഞ്ഞു കുഞ്ഞു റിവാർഡ്സ് കൊടുക്കുക. അപ്പോൾ അവർക്ക് കുറേയും കൂടെ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും, കുറേയും കൂടെ അതെ ഫേർദർ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും കുറേയും കൂടെ എന്താ പറയുന്നത് ഇൻട്രസ്റ്റ് കാണിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ റിവാർഡ്സ് കൊടുക്കുക അവർക്ക്. അത് പ്രേസ് ആയിട്ടാണെങ്കിലും ഒരു കുറച്ച് പേരുടെ മുന്നിൽ അല്ലെങ്കിൽ ഒരു സിബ്ലിങ്ങിൻ്റെ അടുത്താണെങ്കിലും അവൻ ഇങ്ങനെ ചെയ്തു, ഒരു മാർക്ക് കൂടുതൽ കിട്ടി, കഴിഞ്ഞ തവണേക്കാളും കൂടുതൽ കിട്ടി. നമ്മളെപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ തവണേക്കാളും കുറവ് മാർക്ക് വാങ്ങിയെന്ന്. കൂടുതൽ മാർക്ക് വാങ്ങി, 1 മാർക്ക് വാങ്ങിയെന്ന് അപ്രിസിയേറ്റ് ചെയ്യാൻ നമ്മൾ പലരും മറന്നു പോകാറുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്നതിൽ കൂടെ അവർക്ക് പഠിക്കാനും അവർക്ക് ഒരു ഇൻട്രസ്റ്റ് വരാനൊക്കെ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ എന്തൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ ഡിസ്കസ് ചെയ്തത്. നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ നമ്മൾ പേരന്റിങ് സ്റ്റൈൽസിനെ പറ്റി പറഞ്ഞു, ലേണിംഗ് സ്റ്റൈൽസ്, ഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, റീഇൻഫോഴ്സ്മെന്റ്, ഇമ്പോർട്ടൻസ്, പ്ലേ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്, അക്കാഡമിക്സ് ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ തന്നെ പ്ലേ സ്കിൽസ് ഉള്ളതും ഇമ്പോർട്ടന്റ്, എൻജോയ് ചെയ്ത് എങ്ങനെ പഠിക്കാം ചെയ്യണം. അതെ, ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു നമുക്ക് ഇവിടെ നടന്നത്. നമുക്ക് വീണ്ടും പുതിയ സെഷനുമായിട്ട് നമ്മൾ വരും. സ്റ്റേ ട്യൂൺഡ്.